ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയും പ്രസന്നയും കൂടെ കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടത്തുകയാണ്. അങ്ങനെ മീനാക്ഷി കുഞ്ഞിന് മാലയെല്ലാം ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം നോക്കി സന്തോഷിച്ച് നിൽക്കുകയാണ് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഒരു രാജകുമാരിയാണ് ഈ കിടക്കുന്നത് തന്നെ കരുതിക്കോളാൻ. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയുള്ള കാര്യമാണെന്നാണ് ചന്ദ്രമോഹൻ പറയുന്നത്. മേനോൻ സാറിൻ്റെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം സമ്പത്തും സ്വാധീനവും ഉള്ളതാണ്. നാളെ നിങ്ങൾക്ക് ഇവളെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങി ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മീനാക്ഷി വളരെയേറെ വിഷമിക്കുന്നുണ്ട്. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അമ്മ ഇവളെ എന്തു പേരാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, കല്യാണിക്കുട്ടി എന്നാണ് എൻ്റെ അമ്മയുടെ പേരെന്ന് പ്രസന്ന ചന്ദ്രമോഹനോട് പറയാണ്. അങ്ങനെ മീനാക്ഷി കുഞ്ഞിനെ കല്യാണിക്കുട്ടി, കല്ലുമോളെ എന്നെല്ലാം വിളിക്കുന്നു. അതാണ് എളുപ്പമെന്നും പറയുന്നു. പേര് കേൾക്കുന്ന ചന്ദ്രമോഹനും പറയുന്നുണ്ട്, കല്ലുമോൾ, അത് നല്ല പേരാണല്ലോ എന്ന്. അങ്ങനെ മീനാക്ഷി കല്ലുമോളെ എന്നെല്ലാം വിളിച്ച് അമ്മയുടെ ചക്കര എന്നെല്ലാം പറഞ്ഞ് കൊഞ്ചിക്കുകയാണ്. കൂട്ടത്തിൽ പ്രസന്നയും കല്യാണക്കുട്ടിയെ എന്നെല്ലാം വിളിച്ച് കൊഞ്ചിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുകയാണ് ചന്ദ്രമോഹൻ. അങ്ങനെ ചന്ദ്രമോഹൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, സന്തോഷമായില്ലേ? കുഞ്ഞിന് മാത്രമല്ല ഞാൻ ചോദിച്ചത്, മീനാക്ഷിക്കും കൂടി സന്തോഷമായില്ലേ എന്നാണ് ചോദിച്ചതെന്ന്. സന്തോഷമായി സാർ, ആരും വരില്ല എന്നുള്ള തോന്നൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, ഒരു ചടങ്ങിന് വേണ്ടി നൂലുകെട്ട് മാത്രം നടത്താമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ, അതുപോലും വേണ്ടെന്നാണ് മീനുവിൻ്റെ അച്ഛൻ പോലും പറഞ്ഞതെന്ന് പ്രസന്ന പറയാൻ കേട്ടോ. ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, തുളസി ചേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെയല്ലല്ലോ ഒരു കാര്യവും നടന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാമെന്നാണ് ഞങ്ങളെല്ലാം കരുതിയിരുന്നത്. ആ വാക്ക് തെറ്റിച്ചതിന് തുളസി ചേട്ടൻ എന്നോടൊരു ദേഷ്യമുണ്ടെന്ന് ചന്ദ്രമോഹൻ പറയാൻ കേട്ടോ. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അതിന് സാറിനോട് ദേഷ്യം കാണിക്കേണ്ട ഒരു ആവശ്യം അച്ഛനില്ല എന്നും പറയുന്നു. 3 മാസത്തേക്ക് കുഞ്ഞിനെ വളർത്തിക്കോളാമെന്ന് ഞാനാണ് തീരുമാനിച്ചതെന്ന് മീനാക്ഷി പറയുന്നു. മീനാക്ഷിയുടെ ആ വലിയ മനസ്സിനെ പറ്റി മേനോൻ സാറും ഭാര്യയും പലപ്പോഴും പറയാറുണ്ടെന്നും ചന്ദ്രമോഹൻ പറയാണ്. 2-3 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ അവർ ഏറ്റുവാങ്ങിയിട്ട് അവരെന്ത് ചെയ്യാനാണെന്നാണ് ചന്ദ്രമോഹൻ ചോദിക്കുന്നത്. എന്തൊക്കെ ചെയ്തായാലും ആ കുഞ്ഞൊരു ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് വളരുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കുടുംബം അനുഭവിക്കേണ്ട വിഷമം കുറച്ചൊന്നുമല്ല. കുടുംബക്കാരെയും ബന്ധുക്കളെയെല്ലാം ഞങ്ങൾ അങ്ങോട്ട് അകറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മീനുവിൻ്റെ അച്ഛന് എല്ലാവരോടും ഇത്ര ദേഷ്യമെന്നും പറയുന്നു. ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി, ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണെന്ന് ഓർക്കണം. എങ്കിലും എല്ലാ വേണ്ടപ്പെട്ട കാര്യങ്ങളും ഞാൻ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുണ്ട്. എനിക്ക് അതേ പറ്റൂ, പിന്നെ അവർ പറയുന്നത് അനുസരിക്കാനും. അങ്ങനെ ചന്ദ്രമോഹൻ ബാഗിൽ നിന്നും കുറച്ച് പണം എടുത്ത് മീനാക്ഷിയുടെ നേർക്ക് നീട്ടുന്നു. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഇതെന്താ സാർ, ഞങ്ങൾ കൂടുതലായിട്ട് അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ നഷ്ടപരിഹാരമാണോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ, ഇല്ല, ഒരിക്കലുമല്ല മീനാക്ഷി എന്ന് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. എല്ലാ നഷ്ടങ്ങളും പണം കൊണ്ട് തീർക്കാമെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കുമില്ല, മേനോൻ സാറിനുമില്ല എന്ന് ചന്ദ്രമോഹൻ പറയാണ്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എന്തായാലും ഇനി പൈസയൊന്നും ഞങ്ങൾക്ക് തരണ്ട സാർ, ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മീനാക്ഷി, ഞാനൊരു ദൂതൻ മാത്രമാണ്. മേനോൻ സാറ് പറയാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നു, ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പണം ഏൽപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് മേനോൻ സാറാണ്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.